ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിന്റെ സമയത്തൊക്കെ മസാലയൊന്നും വഴറ്റാൻ നിൽക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ള ചിക്കന് നമ്മളിതാ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാനിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളമൊക്കെ ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് ചാറ്റ് മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിലേക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ട് ഉള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോഴുള്ള ഒരു ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തി ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ. ഇത് ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സാവധാനം ഫ്രൈ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഒരു ചിക്കൻ ഉരുളക്കിഴങ്ങൊക്കെ പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടണം. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഈ ഒരു കളറായാൽ മതി. ഈ ഒരു സമയത്ത് നമുക്കിത് എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ മറ്റു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.